ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട്, ആ ഭഗവാനെ കാണാനായിട്ട് ഗുരുഭവനപുരിയിലേക്ക് എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും, ഭഗവാന്റെ ഭക്തരായിട്ടുള്ള എല്ലാവരും വരിക കേട്ടോ. ഗുരുഭവനപുരിയിലേക്ക് വരിക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഇന്ന് പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ പോവാണ്. ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മൾ ഇന്ന് കയറുകയാണ് കേട്ടോ, പോവാണ്. അങ്ങനെ എല്ലാവരും വരിക, മനസ്സിങ്ങനെ വരിക കേട്ടോ, മനസ്സിനോടൊപ്പം വരിക. അങ്ങനെ ആ ഗുരു ഭവനപുരിയിലേക്ക് നമ്മൾ എത്താണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എത്ര സന്തോഷവാനായിട്ടല്ലേ പൊന്നുണ്ണിക്കണ്ണൻ എന്നുള്ളത്. വളരെയധികം സന്തോഷത്തോടു കൂടി ദാമോദര മാസം ആരംഭിക്കുകയാണ്. ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് അതാ പൊന്നൂഞ്ഞാലിൽ ഇരുന്ന് ആടുന്ന, ആ താളത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. കളപച്ചാർത്തോടു കൂടി ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിന്ന് കാണാണ്. വളരെ സന്തോഷവാനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ ഭക്തരെല്ലാവരെയും നോക്കി അനുഗ്രഹിച്ചുകൊണ്ട് അതാ പൊന്നുണ്ണി ഇരിക്കുകയാണ്. കണ്ണാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. എത്ര സന്തോഷമാണ് അല്ലേ. ഭഗവാൻ നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്നത് എത്ര ഭാഗ്യമാണ്. നമ്മൾ ആ പൊന്നുണ്ണിയെ ഇത്രയും സന്തോഷവാനായിട്ട് ഇങ്ങനെ കാണാനായിട്ട് ഭാഗ്യം നമുക്ക് ഉണ്ടാവുക പറഞ്ഞാൽ എത്രത്തോളം ഭാഗ്യമാണ്. പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ ഊഞ്ഞാലിലാടുന്ന പൊന്നുണ്ണിയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. അതായിരിക്കുന്നു പൊന്നുണ്ണി. അങ്ങനെ അതിമനോഹരമായ പൊന്നുണ്ണിയായിട്ട് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. ആ കണ്ണുകളിലെ പ്രകാശം നോക്കുക, ആ ചുണ്ടുകളിലെ പുഞ്ചിരി നോക്കുക, അതിമനോഹരമായിട്ടുള്ള ആ പീലിത്തിരുമുടി കാണാം. ഉണ്ടമാലയും മനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് ഗോപീചന്ദനക്കുറിയൊക്കെ തൊട്ടുകൊണ്ട് നെഞ്ഞത്തും നെറ്റിയിലും രണ്ട് കൈകളൊക്കെ ആയിട്ട് ഗോപീചന്ദനക്കുറിയൊക്കെ തൊട്ടുകൊണ്ട് അരമണി കിങ്ങിണി കാൽത്തളകളൊക്കെ മനോഹരമായിട്ടിട്ടുകൊണ്ട് തൻ്റെ പൊന്നോടക്കുഴൽ ഇങ്ങനെ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ. ആ അരമണീൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിരുകി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പൊന്നുണ്ണിക്കണ്ണൻ. വയ്ക്കൂല, നിലത്ത് വെക്കില്ലല്ലോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ കാലുകൾ ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. താളം പിടിച്ചുകൊണ്ട് പൊന്നുണ്ണി രണ്ട് കൈയും ഇങ്ങനെ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് സന്തോഷവാനായിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടാണ് അല്ലേ. നമുക്ക് എപ്പോഴും ചിന്തിച്ച് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാലാടുന്നത് എന്നൊക്കെ ഉള്ളതാണ് അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമുക്ക് സന്തോഷമൊക്കെ വരുമ്പോഴല്ലേ ഊഞ്ഞാലൊക്കെ മനസ്സിന് ഇങ്ങനെ ആനന്ദം വന്ന് നിറയുമ്പോഴാണ് നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്നതും ഒക്കെ. അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മൾക്ക് കാണിച്ചു തരുന്നു ഇങ്ങനെ ഊഞ്ഞാലാടുന്നത്. നമ്മളിലേക്ക് ഇങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരിയിൽ നമ്മളിങ്ങനെ ലയിച്ചു ചേരുകയാണ്. ആ ഊഞ്ഞാലാടുന്നത് നമ്മുടെ മനസ്സിലാണ്. നമുക്ക് ആനന്ദവും സന്തോഷവും ഒക്കെ പകർന്നു തരാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് വേണ്ടിയിട്ട് അതാ ശ്രീലകത്ത് പൊന്നൂഞ്ഞാലാടുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരും ഭഗവാനെ ഇങ്ങനെ കാണാം, പൊന്നുണ്ണിക്കണ്ണനെ കാണാം. ആ പൊന്നു തൃപ്പാദങ്ങളെ നമസ്കരിക്കാൻ സാധിക്കുക. ആ പൊന്നുണ്ണിക്കണ്ണന്റെ രണ്ട് പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ആ കണ്ണനെ ഇങ്ങനെ കാണാം. ആ ഊഞ്ഞാലിലാടുന്ന അതിമനോഹരമായ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ആ ഭാവത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ അതായിരിക്കുന്നു. രണ്ടും മൂന്നും മാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. മാല ചാർത്തിയിട്ടുണ്ട്, വളയം പോലത്തെ മാല ഇട്ടിട്ടുണ്ട്, പാലയ്ക്ക മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. മനോഹരമായിട്ട് കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിക്കൊണ്ട് അതീവ സന്തോഷത്തോടുകൂടി ആ പീലിത്തിരുമുടി ഇങ്ങനെ ഇളകിയാടുന്നുണ്ട്. ഞാൻ ആടുന്നതിനൊപ്പം തന്നെ ആ ചെറിയ ചെറിയ മുടി ഇങ്ങനെ താളത്തിലാടുന്നുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് അല്ലേ. നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. ആ കണ്ണിലെ തിളക്കം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. ആ
നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിലേക്ക് കൊണ്ടുവരാ. എല്ലാവരും മനസ്സിലിങ്ങനെ ആ പൊന്നുണ്ണിയെ മനസ്സിലേക്ക് കൊണ്ടുവരാ. ആ ദിവ്യമായ ശോഭയിൽ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണന്റെ ആ പുഞ്ചിരിയിൽ എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പൊന്നുണ്ണിക്കണ്ണ എപ്പോഴും കാവലാളായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണേ. തൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ മാറ്റിത്തരണേ. കണ്ണനിലേക്കെല്ലാം അർപ്പിക്കുകയാണ്. ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം കാണുന്നവൻ അങ്ങാണല്ലോ, സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനാണല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മൾ വീണ് നമസ്കരിക്കുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ അവിടെ ആനന്ദത്തിൽ ഇങ്ങനെ ആ കുളിർമയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളൊന്ന് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിയാണല്ലേ. നമ്മളിങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇങ്ങനെ ധൃതി പിടിച്ച് മാറൂ 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 ഒന്നും പറയുന്നില്ലല്ലോ. നമ്മളിങ്ങനെ മനസ്സിങ്ങനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ദിവ്യമായ നെയ്ത്തിരി വിളക്കിൽ നെയ്ത്തിരി വെട്ടത്തിൽ നമ്മളിങ്ങനെ അലിഞ്ഞു ചേർന്ന് ആ പൊന്നുണ്ണിക്കണ്ണനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് നമ്മളതാ ഒന്ന് തിരിയാണ്. ആ ഗണപതി ഭഗവാനെ താണ് വണങ്ങിക്കൊണ്ട് ആ നമസ്കരിച്ചുകൊണ്ട് ഏത്തമിട്ടുകൊണ്ട് ആ പൊന്നുണ്ണിയെ കണ്ടുകൊണ്ട് എല്ലാ സങ്കടങ്ങളും വിഘ്നേശ്വരനായിട്ടുള്ള സശാൽ ഭഗവാൻ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് നമസ്കരിച്ചുകൊണ്ട് തിരിയാണ്. അങ്ങനെ ദശാവതാരത്തിന്റെ തൂണുകളൊക്കെ കൊത്തിവെച്ച തൂണുകളൊക്കെ ഒന്ന് താണു വണങ്ങി തൊഴുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശോധാമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. അവിടെ പൊന്നു കണ്ണന്റെ തൃപാദങ്ങളിൽ വന്നു വീണ ആ തുളസിയും താമരപ്പൂക്കളും എതളുകളും നന്ദ്യാർവട്ടപ്പൂക്കളും റൊസാപ്പൂക്കളൊക്കെ ആയിട്ടുള്ള ആ എതളുകളൊക്കെ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ വന്നു വീണിട്ടുള്ള ആ പൂക്കൾ നമുക്ക് അർച്ചനയായിട്ട് കിട്ടാണ്. അതുപോലെ തന്നെ ചന്ദനവും കളഭവും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതാ തൊട്ടപ്പുറത്ത് അനന്തശായിയായിട്ടുള്ള സശാൽ പൊന്നു ഭഗവാൻ പൊന്നു നാരായണൻ അതാ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആ പൊന്നു നാരായണ രൂപത്തെ നമസ്കരിച്ചുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് ഒന്ന് തിരിയുന്നു. നമ്മളങ്ങനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടി നടന്ന ആ തറയിൽ, ആ കല്ല് പതിച്ച തറയിൽ നമ്മളിങ്ങനെ നമസ്കരിക്കുകയാണ് അല്ലേ. കൈകാലുകൾ നീട്ടിവെച്ച് നെഞ്ചോട് ചേർന്ന് ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടി നടന്ന ആ പൊന്നു പാദങ്ങളെ ഒന്ന് വീണ്ടും വീണ് 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 നമസ്കരിക്കാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ ദേവീദേവന്മാരെയൊക്കെ കാണുന്നു, നമസ്കരിക്കുന്നു. പിന്നെ അപ്പുറത്തേക്ക് വടക്കേ ഭാഗത്തേക്ക് നോക്കുകയാണ്, മണിക്കിണർ കാണുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ എല്ലാ ശില്പങ്ങളും കാണുന്നു. കൊത്തിവെച്ച അതിമനോഹരമായ ആ ദൃശ്യങ്ങളുടെ ഭംഗി ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ താമരക്കണ്ണൻ അതാ കുറച്ച് പടിഞ്ഞാറ് മാറി അതാ താമരക്കണ്ണൻ ഇരിക്കുന്നുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണനെ താമരക്കണ്ണനെ കാണുമ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു പാവമുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എങ്ങനെയാ അത്? എന്താ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ഓട്ടി വരുന്ന ആ താമരക്കണ്ണനെ കാണാനായിട്ട് ഭാഗ്യം ഉണ്ടാകുന്നു. താമരക്കണ്ണൻ നമ്മളോട് കൂടെ ചേരുന്നു, നമ്മുടെ കൈ പിടിച്ച് നടക്കുന്നു. എന്താ അല്ലേ കണ്ണൻ്റെ ഒരു കുസൃതി. അങ്ങനെ നമ്മളിങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ട് ആ കാൽത്തളകൾ കിങ്ങിണി ഒന്ന് കിലുങ്ങുന്നതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരിക കേട്ടോ. ആ കണ്ണൻ കൂടെയുണ്ട്, എപ്പോഴും സദാസമയം നമ്മുടെ കൂടെയുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മളെ കൂടെ ചേരുന്നു. നമ്മളെ കൈ പിടിച്ചുകൊണ്ട് വടക്കേ അതിലൂടെ പുറത്തേക്ക് കിടക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ അതാ ഒന്ന് കൊടിമരച്ചൂട്ടിലെത്തുന്നു. പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് വീണ്ടും ആ നെയ്വിളക്കിൻ്റെ ശോഭ നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. മനസ്സിലേക്ക് ആ നെയ്വിളക്കിൻ്റെ ശോഭ എങ്ങനെ വന്ന് നിറയട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ. ഭഗവാൻ നമ്മളോടൊപ്പം ചേരുന്നു. ഹരേ കൃഷ്ണ. വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ
ഇങ്ങനെ ഊഞ്ഞാലിലാടുന്ന ആ ഭാവത്തെ കണ്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് വീണ്ടും വരാട്ടോ എന്ന് പറഞ്ഞ് കണ്ണനോട് യാത്ര പറഞ്ഞിറങ്ങുന്ന നമ്മൾക്ക് എങ്ങനെയാ? കണ്ണൻ ടാറ്റാ തരുന്നുണ്ട്, പക്ഷേ മനസ്സ് മുഴുവൻ കണ്ണനിലാണ്. എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ ഭഗവാൻ കൂടെയുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്, നെഞ്ചോട് ചേർക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മളറിയാതെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ സങ്കടങ്ങളും വ്യതകളും എല്ലാം അറിഞ്ഞുകൊണ്ട് കണ്ണനതാ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കായിട്ട്, ആ ലക്ഷ്യത്തിലേക്കായിട്ട് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുക. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എന്നോടൊപ്പം ആ ശ്രീലകത്തേക്ക് എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ദിവ്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഗുരുഭവനപുരയിൽ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള അസുഖങ്ങൾ മൂലം വരാൻ പറ്റാതെ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കണ്ണാ എന്ന് നെറ്റി വിളിച്ചുകൊണ്ട് അങ്ങനെ കിടപ്പിലായ രോഗികളായ ആളുകൾക്കും എല്ലാവരുടെ മനസ്സിലേക്കും ഭഗവാന്റെ ഈ ദിവ്യമായ ഊഞ്ഞാലാടുന്ന ആ മനോഹര രൂപത്തെ എല്ലാവരും കാണാം, മനസ്സിലിങ്ങനെ നിറയട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്വരൻ, രാധേശ്വരൻ. ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം.